നമ്മൾ ചോദിച്ചാൽ നമ്മുടെ വാ കിഴയ്ക്കുന്നത് വരെ നമുക്ക് ചോദിക്കാൻ പറ്റും. എന്നാൽ തമ്പുരാൻ തരുന്നത് തലമുറകൾക്ക് പുറത്തായിട്ടാണ്. ഒന്നും രണ്ട് തലമുറകളല്ല. തന്നോട് ദയ തോന്നിയാൽ ദൈവം തമ്പുരാൻ 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ നമുക്ക് എന്തെങ്കിലും ദയ കിട്ടുന്നില്ല, നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുന്നില്ല, നമ്മൾ ചോദിച്ചതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ ചോദിക്കണം, കർത്താവേ ഞാൻ ചോദിച്ചു തരുന്നില്ലോ എന്ന് ചോദിച്ചാൽ, ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും, നീ ചോദിക്കുന്നതിനേക്കാട്ടിലും നല്ലത്, വളരെ ഉത്തമമായത് തക്ക സമയത്ത് നമുക്ക് വേണ്ടി തരുവാൻ ദൈവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തെയാണ് ആര് ചൂണ്ടിക്കാണിക്കുന്ന അറിയാമോ? പൗലോസ്. പൗലോസ് ആരെന്നറിയാമോ? കിലിക്കിയിലെ കപ്പൽ വ്യാപാരിയുടെ മകനാണ്. സ്തോത്രം. ബെന്യാമീൻ ഗോത്രക്കാരനാണ്. പരീശന്മാരിൽ പരീശനാണ്. ഗമാലിയേലിന്റെ കാൽപാദത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം തലനാരിയെ കീറി പഠിച്ച ഭക്തനായ മനുഷ്യനാണ്. സഭയ്ക്ക് വേണ്ടി കൊല്ലാനും കൊല്ലിക്കാനും ആളെ ഇറക്കാനും മിടുക്കനായിരുന്നു. പത്രോസ് അപ്പോസ്തലനെ പോലെയുള്ളവരെ ഭീഷണിപ്പെടുത്താൻ പോലും മടിയില്ലാത്ത വ്യക്തിയായിരുന്നു. തന്റെ സഭയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ അനുയായികളെ പിടിച്ചു കെട്ടാൻ പൗലോസല്ല മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്നും പത്രം ചോദിച്ചു വാങ്ങിക്കാതെ സമൂഹത്തിലുള്ളവരെ വലിച്ചടയ്ക്കാൻ അത്രയ്ക്കും ആ ഗാംഭീര്യമുള്ള, ഉത്തരവാദിത്വമുള്ള, അത്രയ്ക്ക് വാഴ നടക്കത്തക്ക നിലവാരത്തിലുള്ള കയ്യൊപ്പുള്ളവനായിരുന്നു പൗലോസ് എന്ന് പറയുന്ന ഭക്തൻ, ശൗൽ എന്ന് പറയുന്ന ഭക്തൻ. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ദർശനം കിട്ടിയപ്പോൾ ആരെ തകർക്കാൻ ഇറങ്ങിയോ, ആരെ മുടിക്കാൻ ഇറങ്ങിയോ, ആ മാർഗത്തിന്റെ വക്താവായിക്കൊണ്ട് ആ മാർഗത്തിന് വേണ്ടി തലവെച്ചു കൊടുക്കുവാൻ തയ്യാറായി. ഇന്ന് പകരം ഞാൻ പറയട്ടെ, ചോദിക്കുന്നതിനേക്കാൾ നിലയ്ക്കുന്നതിനേക്കാട്ടിലും നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ടെന്നുള്ളത് മറന്നുപോകരുത്.